ചൂടെന്ന് പറഞ്ഞാൽ പോരാ, അതികഠിനമായ ചൂട്. പുറത്തിറങ്ങിയാൽ പൊള്ളും, വീടുകളിലിരുന്നാലോ വീർത്ത് കുളിച്ച് ഇരിക്കാനും നിൽക്കാനും പറ്റാത്ത അവസ്ഥ. കേരളത്തിൽ ഇത് എന്തു പറ്റി എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. വരും ദിവസങ്ങളിൽ ചൂട് ക്രമാതീതമായി വർദ്ധിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. കേരളത്തിൽ ഏറ്റവും ചൂട് അനുഭവപ്പെടുന്ന പാലക്കാട് ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏപ്രിൽ 24 മുതൽ 26 വരെ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം നിലനിൽക്കുന്നുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പിൽ പറയുന്നത്. കൊല്ലം ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തും. തൃശ്ശൂർ, കോഴിക്കോട് ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉഷ്ണതരംഗം അതീവ ജാഗ്രത പുലർത്തേണ്ട പ്രതിഭാസമാണെന്നും പൊതുജനങ്ങൾ ശ്രദ്ധിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ഈ ദിവസങ്ങളിൽ സൂര്യാഘാതവും സൂര്യതപവും ഏൽക്കാൻ സാധ്യത കൂടുതലാണ്. സൂര്യാഘാതം ജീവന് തന്നെ ഭീഷണിയായേക്കാം. പകൽ സമയത്ത് പുറത്തിറങ്ങുന്നത് പരമാവധി ഒഴിവാക്കണം. ശരീരത്തിൽ നേരിട്ട് വെയിലേൽക്കുന്ന സാഹചര്യം ഒഴിവാക്കിയാൽ അത്രയും നല്ലത്. ധാരാളം വെള്ളം കുടിക്കണം. പുറത്തിറങ്ങുമ്പോൾ കുടയും പാദരക്ഷയും ഉപയോഗിക്കണം. കായികാധ്വാനമുള്ള ജോലികളിൽ ഏർപ്പെടുന്നവർ ഇടവേളകൾ എടുക്കണം. ഇടയ്ക്കിടെ വിശ്രമിച്ച ശേഷം ജോലി ചെയ്യാൻ ശ്രദ്ധിക്കണം. നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം, കാർബണേറ്റഡ് പാനീയങ്ങൾ, ചായ, കാപ്പി എന്നിവ പകൽ സമയത്ത് പൂർണ്ണമായി ഒഴിവാക്കുക. വീടുകളിലും ഓഫീസിലും തൊഴിലിടങ്ങളിലും വായുസഞ്ചാരം ഉറപ്പാക്കുകയും വേണം. കിടപ്പ് രോഗികൾ, പ്രായമായവർ, ഗർഭിണികൾ, കുട്ടികൾ, ഭിന്നശേഷിക്കാർ, മറ്റ് രോഗങ്ങൾ മൂലമുള്ള അവശത അനുഭവിക്കുന്നവർ തുടങ്ങിയ വിഭാഗങ്ങൾക്ക് പ്രത്യേക കരുതൽ വേണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. മെയ് 2ാം വാരത്തോടെ വേനൽമഴ സജീവമാകുമെന്നാണ് കരുതുന്നത്. ശരാശരിയേക്കാൾ കൂടുതൽ വേനൽമഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് പറയുന്നു. മഴ കൂടുതൽ തെക്കൻ ജില്ലകളിലായിരിക്കും. കഴിഞ്ഞ തവണ വേനൽമഴ കുറവായിരുന്നു. 259.1 മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ടയിടത്ത് 236.4 മില്ലിമീറ്റർ മഴ മാത്രമാണ് ലഭിച്ചത്. കഴിഞ്ഞ 25 വർഷത്തിനിടെ ഏറ്റവും കുറവ് മഴ ലഭിച്ച മൂന്നാമത്തെ വേനൽക്കാലമായിരുന്നു കഴിഞ്ഞ വർഷത്തേത്. 2019 സമീപകാലത്തെ ഏറ്റവും കുറവ്. വെറും 169.6 മില്ലിമീറ്റർ മഴ മാത്രമാണ് ലഭിച്ചത്. 2013 വേനൽമഴ കുറവായിരുന്നു, 216.4 മില്ലിമീറ്റർ മഴ. അതേസമയം 2004 റെക്കോർഡ് മഴ ലഭിച്ചു, 766 മില്ലിമീറ്റർ. വേനൽ മഴ എത്തുന്നതോടെ ചൂടിന് ശമനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.